രാക്ഷസന്മാരുടെ ലോകത്ത് വിധിയേക്കാൾ ശക്തിയാകുവാൻ ഒരു വംശത്തിന്റെ കെക്കെ ഗെൻകൈയോ രക്തബന്ധവുമില്ലാതെ ജനിച്ചവൾ. പരിശ്രമത്താൽ മാത്രം രൂപപ്പെടുത്തിയ ഒരു പ്രഹരം മതി ദേവന്മാർക്ക് പോലും വേദനിക്കാൻ. പർവ്വതങ്ങളെ തകർക്കുവാൻ കഴിയുന്ന ഒരു മനസ്സ് മാത്രമല്ല, നഷ്ടം, സ്നേഹം, യുദ്ധം എന്നിവ സഹിച്ച ഒരതിജീവിതയുടെ ഹൃദയവും ഉണ്ടിതിൽ. സ്വയം സംരക്ഷിക്കുവാൻ അവൾക്കൊരു വംശപരമ്പരയും ഉണ്ടായിരുന്നില്ല, നയിക്കുവാൻ ഒരു പ്രവചനവുമില്ല. കഠിനാധ്വാനം മാത്രം, ഒരിക്കലും പിന്നോട്ട് പോകാതിരിക്കുവാനുള്ള ഇച്ഛാശക്തി, മുട്ടുകുത്താൻ വിസമ്മതിക്കുന്ന ഒരു ഹീലർ, അച്ചടക്കമുള്ള കോപവും കൊണ്ട് ആർക്കു വേണ്ടിയും ചോരയൊലിപ്പിക്കുന്ന ഒരു യോദ്ധാവ്. നാറൂട്ടോ വേൾഡിൽ പകരം വെക്കുവാനില്ലാത്ത ഒരു ഒന്നൊന്നര മെഡിക്കൽ നിഞ്ച, സാക്കുറ ഹാറുനോ. ഓഗിവൈൻ, സാക്കുറ ഹാറുനോ. കംപ്ലീറ്റ് ലൈഫ് സ്റ്റോറി, പവേഴ്സ്, എല്ലാ ലെഗസിയും സാക്കുറയുടെ നമ്മളിന്ന് നോക്കുന്നതായിരിക്കും. സോ ബർത്ത് ആൻഡ് ഒറിജിൻ ആദ്യം നോക്കാം. സാക്കുറ ജനിക്കുന്നത് കൊണഹഗാക്കുറയിൽ തന്നെയാണ്, ഹിഡൻ ലീഫ് വില്ലേജ്. ക്ലാൻ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ക്ലാൻ ഇല്ല. അതായത് ഒരു സിവിലിയൻ ഫാമിലി, ഒരു സാധാരണ കുടുംബത്തിലാണ് സാക്കുറ ജനിക്കുന്നത്. എറാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3rd ഷിനോബി വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് വാർ ആ ഒരു ടൈമിൽ. നറൂട്ടോ ഉസുമാക്കിനെ പോലെയോ സാസ്കെനെ പോലെയോ ഒരു സ്റ്റാറ്റസ് ഒന്നും ജനന സമയത്ത് സാക്കുറയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ സാക്കുറ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആവറേജ് ഹ്യൂമൻ ആണ് ഇൻ എ വേൾഡ് ഫുൾ ഓഫ് മോൺസ്റ്റേഴ്സ്. യെസ്, അവരുടെ പേരൻസിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. നോൺ ഷിനോബി ആയിട്ടുള്ള സിവിലിയൻസ് ആണ്, നിഞ്ചകളൊന്നുമല്ല. ഒരു നിഞ്ച ഹെറിറ്റേജും ഇല്ല, ഒരു സീക്രട്ട് ടെക്നിക്കും ഇല്ല, ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷനും ഇല്ലാത്ത സാധാരണ കുടുംബത്തിലെ 2 പേരായിരുന്നു സാക്കുറയുടെ അച്ഛനും അമ്മയും. സോ ബൈ ബർത്ത് സാക്കുറ സ്റ്റാർട്ടഡ് വിത്ത് നത്തിങ് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ചൈൽഡ്ഹുഡ് നോക്കുകയാണെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റിയും ബുള്ളിങ്ങും ഒക്കെ നേരിട്ട ഒരു കുട്ടി തന്നെയായിരുന്നു സാക്കുറ. ഒരു ഫോർഹെഡ് ട്രോമയെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ലാർജ് ഫോർഹെഡ് ഉള്ളതിന് വേണ്ടി കുറേ ഒരു ഇൻസെക്യൂരിറ്റി സാക്കുറയ്ക്ക് ഉണ്ടായിരുന്നു. അത് അവൾ തന്നെ ഹൈഡ് ചെയ്യുവാനും പലതവണ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു മുട്ടിയൊക്കെ വെച്ച് നെറ്റിയൊക്കെ മറപ്പിക്കുന്നതൊക്കെ നമുക്ക് കുറേ രീതിയിൽ അനിമയിൽ കാണുവാൻ സാധിക്കും. ആ ഒരു ടൈമിലാണ് ഈനോ യാമനാക്ക എന്ന് പറയുന്ന നമ്മുടെ ഈനോയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വരുന്നത്. യെസ്, ഒരു ഫസ്റ്റ് ബോണ്ട് സാക്കുറയുടെ കാണിക്കുന്നത് ഈനോ ആയിട്ടാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളീസിൽ നിന്ന് നമ്മുടെ ഈനോ ആണ് സാക്കുറനെ രക്ഷിക്കുന്നത്. അവളുടെ ആ റിബണൊക്കെ കൊടുത്തിട്ട് നീ നിന്നെ തന്നെ എംബ്രേസ് ചെയ്യണമെന്നൊക്കെ ഈനോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈനോ നമ്മുടെ ഫസ്റ്റ് ഇമോഷണൽ ഒരു ആങ്കർ ആയിട്ട് സാക്കുറയുടെ മാറി. കോൺഫിഡൻസ് ഒക്കെ ആദ്യം പഠിപ്പിക്കുന്നത് ഈനോ തന്നെയാണെന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാം. അതും കഴിഞ്ഞാണ് ഈനോയും സാക്കുറയും റൈവൽസ് ആവുന്നത്. യെസ്, സാസ്കയുടെ കടന്നവരോടുകൂടി ഈനോയ്ക്കും സാക്കുറയ്ക്കും സാസ്കേനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ സാക്കുറ മുട്ടി വര മുറിച്ചു ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടി. നാറൂട്ടോ എൻ്റയർ അനിമേ സീരീസിൽ ഫസ്റ്റ് ടൈം ഒരു ആക്ട് ഓഫ് സെൽഫ് ഡിറ്റർമിനേഷനായിട്ട് കാണിക്കുന്ന സാക്കുറയുടെ ഈ ഒരു മുടി മുറിക്കലാണ്. അത് കഴിഞ്ഞ് നമുക്ക് കാണുവാൻ പറ്റുന്ന അക്കാഡമിക് ഇയേഴ്സാണ്. യെസ്, സാക്കുറ എന്ന് പറയുന്നത് എക്സലൻറ്റ് ചക്ര കൺട്രോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് നമുക്ക് കാണുവാൻ പറ്റുന്നത്. അക്കാഡമിക്കലി ആണെങ്കിലും നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ലാക്ക് ചെയ്യുന്നത് കോമ്പാക്റ്റ് കോൺഫിഡൻസ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹൈ റിട്ടേൺ സ്കോഴ്സ്, മാർക്ക് ഷീറ്റിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു, എന്നാലും പ്രാക്ടിക്കൽ സ്ട്രെങ്ത് ലോ ആയിരുന്നു കമ്പാരിറ്റീവ്ലി. എന്നിരുന്നാലും മെൻ്റലി നല്ല ഷാർപ്പും ഫിസിക്കലി ബിഹൈൻഡുമായിട്ടാണ് അക്കാഡമിയിൽ ഗ്രാജുവേറ്റ് ആവുന്നത് സാക്കുറ. അത് കഴിഞ്ഞാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ഇൻ സാക്കുറാസ് ലൈഫ് വരുന്നത്, ടീം 7. യെസ്, നാറൂട്ടോ ഉസുമാക്കി റോ പവറും നോ കൺട്രോളുമുള്ള ഒരാൾ, സാസ്കെ ഉച്ചിഹ എലൈറ്റ് ടാലൻറ്റ്, ട്രോമയുണ്ട് സാക്കുറ, പിന്നെ സെൻസയായിട്ട് കക്കാഷി. അങ്ങനെ സാക്കുറ ഇനിഷ്യലി സാസ്കേനെ ഐഡലൈസ് ചെയ്ത് നാറൂട്ടോനെ ഒന്നുമല്ലാത്തവനാക്കി കണ്ട് ഒരു പാസീവ് റോളാണ് ആദ്യം ടീമിൽ കാഴ്ചവെച്ചിരുന്നത്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് സാക്കുറ അറ്റ് ഹെർ വീക്കസ്റ്റ് എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് ലാൻഡ് ഓഫ് വേവ്സ് ആർക്കിലാണ് ഫസ്റ്റ് സാക്കുറയുടെ റിയാലിറ്റി ചെക്ക് വരുന്നതെന്ന് പറയാം. ടാസൂണോനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നാറൂട്ടോനെ ചക്ര എക്സോസ്റ്റിനിൽ നിന്ന് ഗാർഡൊക്കെ ചെയ്യുന്നത് സാക്കുറ തന്നെയാണ്. ആ ഒരു ടൈമിലാണ് അവൾ തന്നെ റിയലൈസ് ചെയ്യുന്നത്, എൻ്റെ കൂടെയുള്ള ടീമിൽ ഞാനാണ് ഏറ്റവും വീക്ക്, ഐ ആം യൂസ്ലെസ് കമ്പയർഡ് ടു ദെം എന്ന്. ഈ ഒരു ഗിൽട്ട് അവളെ ഒരു പ്രൈമറി മോട്ടിവേഷനിലേക്കാണ് എത്തിച്ചതെന്ന് പറയാം. യെസ്, അത് ആ ചുനീൻ എക്സാം മാർക്കിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതായത് ഇന്നർ സാക്കുറ എന്ന് വേണമെങ്കിൽ പറയാം. സപ്രസ് ഇമോഷൻസിനെയൊക്കെ സപ്രസ് ചെയ്ത് വിൽ പവറും മെൻ്റൽ റെസിസ്റ്റൻസും ഉള്ള ഒരു സാക്കുറും. അതുകൊണ്ട് തന്നെയാണ് ചുനീൻ എക്സാമിലെ ഈനോയുടെ മൈൻഡ് ട്രാൻസ്ഫർ ജുറ്റ്സു നമ്മുടെ സാക്കുറയ്ക്ക് റെസിസ്റ്റ് ചെയ്യുവാൻ സാധിച്ചത്. അതേപോലെ തന്നെ സൗണ്ട് നിഞ്ചയിൽ നിന്നും സാസ്കേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും സാക്കുറ തന്നെയാണ്. സോ ഈ ഒരു ചുനീൻ എക്സാമും കൂടെ കഴിയുമ്പോഴേക്ക് കംപ്ലീറ്റ്ലി ഇൻസെക്യൂരിറ്റി ഫുള്ള് മാറി എന്ന് തന്നെ പറയാം. പിന്നീട് ഒരു മേജർ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സാസ്കെ വിട്ടു പോകുമ്പോഴാണ്. ആ ഒരു ടൈമിൽ നാറൂട്ടോയുടെ അടുത്ത് നിന്ന് ബെഗ് ചെയ്യുന്നുണ്ട് അവനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ.
അതും സാധിക്കാതെ വന്നപ്പോൾ അവളെ തന്നെ സ്ട്രോങ് ആക്കി മാറ്റുവാൻ വേണ്ടിയാണ് സാക്കുറ നമ്മുടെ സുനാഡയുടെ അടുത്ത് പോയി പഠിക്കുന്നത്. സാക്കുറ സുനാഡയോട് ചോദിക്കുന്നുണ്ട്, എന്നെ ഒന്ന് ട്രെയിൻ ചെയ്യാമോന്ന്, എൻ്റെ ലൈഫ് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തൊന്ന് യൂസ്ഫുൾ ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. ഇവിടം തൊട്ടാണ് ദ റിയൽ സാക്കുറ എറ ബിഗിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സുനാഡയുടെ ട്രെയിനിങ്, യെസ്, ദ ഫോർജ് ഓഫ് എ മോൺസ്റ്റർ എന്ന് പറയാം. മെഡിക്കൽ നിഞ്ചിറ്റ്സ്, ഈ മെഡിക്കൽ നിഞ്ചിറ്റ്സ് എല്ലാവരും ഭയങ്കര അണ്ടർറേറ്റ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ബട്ട് മെഡിക്കൽ നിഞ്ചിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മെഡിക്കൽ നിഞ്ചിറ്റ്സുവിൽ സാക്കുറ സെല്ലുലാർ റീജനറേഷൻ പഠിക്കുന്നുണ്ട്, ആൻറ്റിഡോട്ട് ക്രിയേഷൻ പഠിക്കുന്നുണ്ട്, ഫീൽഡ് സർജറി പഠിക്കുന്നുണ്ട്, പോയിസൺ അനാലിസിസ് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചക്ര കൺട്രോൾ ചെയ്തിട്ട്, അതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് സാക്കുറയ്ക്ക് ഉള്ളതിൽ. അപ്പോൾ അതിനെ മോളിക്കുലാർ ലെവലിലേക്ക് പ്രിസൈസ് ചെയ്തുകൊണ്ട് മോൺസ്റ്റർ സ്ട്രെങ്ത് സുനാഡേനെ പോലെ തന്നെ ജനറേറ്റ് ചെയ്യുന്നത് ഈ സുനാഡയുടെ കീഴിലുള്ള ട്രെയിനിങ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. സോ ഇപ്പോൾ ഒരു സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് എത്തിക്കഴിഞ്ഞു സാക്കുറയുടെ പഞ്ചസ് എന്ന് പറഞ്ഞാൽ എർത്ത് വേക്ക് ഉണ്ടാക്കാൻ പറ്റും. ടെറൈൻസിനെയൊക്കെ ഷാർട്ട് ചെയ്ത് എന്താ പറയുന്നത്, നറൂട്ടോ ഡേറ്റാ ബുക്കിൽ സുനാഡയുടെ ആ ഒരു പഞ്ചസിനെ കമ്പയറബിൾ ആയിട്ടാണ് സാക്കുറയുടെ പഞ്ചസിനെ പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് ഷിപ്പുദീനിലേക്കാണ് വരുന്നത്. ഷിപ്പുദീനിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ കസേക്കാഗെ റെസ്ക്യൂ ആർക്കുണ്ട്. ആ ഒരു ടൈമിൽ സാക്കുറയുടെ ഇമ്പാക്റ്റ് വലുതായിരുന്നു. സസോറിനെയും ചിയോനെയും ഡിഫീറ്റ് ചെയ്തു. എലോങ് സൈഡ് നമുക്കറിയാം അമ്മച്ചി ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പിന്നെ ആൻറ്റിഡോട്ട്സ് മിഡ് ബാറ്റിലിൽ ഉണ്ടാക്കിയിട്ട് കാങ്കുറോനെ സേവ് ചെയ്യുന്നുണ്ട്. ഒരു കാഗെ ലെവൽ സപ്പോർട്ട് നമ്മുടെ സാക്കുറ അവിടെ കൊടുക്കുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ ഇടയ്ക്ക് സാസ്കയുടെ ആ ഒരു അക്കാട്സുക്കിയും പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഡിറ്റൻഷൻ എല്ലാം കാരണം സാക്കുറ മോറലി സാസ്കേനെ അസാസിനേറ്റ് ചെയ്യുവാൻ വരെ തീരുമാനിക്കുന്നുണ്ട്. ബട്ട് ഇമോഷണലി ഫെയിൽ ആവുകയാണ്. കാരണം ഭയങ്കര ഇഷ്ടമല്ലേ, എങ്ങനെ ആ ഒരു ബോണ്ട് സമ്മതിക്കുന്നില്ല. അത് സത്യം പറഞ്ഞാൽ സാക്കുറയുടെ ഹ്യൂമാനിറ്റീനെയാണ് ഷോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു ഇമോഷണൽ സ്ട്രെങ്തും വീക്ക്നെസ്സും സാക്കുറയുടെ നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ഇനിയിപ്പോൾ വാറാർക്കഴുകി നോക്കുകയാണെങ്കിൽ ഫൈനൽ എവല്യൂഷൻ ഓഫ് സാക്കുറ എന്ന് വേണമെങ്കിൽ പറയാം. ബ്യാക്കുഗോ സീൽ, യെസ്, സ്ട്രെങ്ത് ഓഫ് 100 എന്ന് പറയും. ഇയേഴ്സ് ഓഫ് സ്റ്റോർഡ് ചക്ര ഇൻസ്റ്റൻ്റ് ആയിട്ട് റീജനറേറ്റ് ചെയ്ത് മാസീവ് ചക്ര ഔട്ട്പുട്ട് കൊടുക്കുന്ന ആ ഒരു സാധനമൊക്കെ എൻ്റെ മോനെ ഒന്നും പറയണ്ട. ആ ഒരു സാധനത്തിൽ നമ്മുടെ സുനാഡേനെ സർപ്രാസ് ചെയ്തെന്ന് നിസ്സംശയം പറയാം. റോ ഔട്ട്പുട്ടിൽ സുനാഡേനെ അവിടെ സർപ്രാസ് ചെയ്തു. ആയിരക്കണക്കിന് ആൾക്കാരെ ജീവിപ്പിച്ചു. നറൂട്ടോയുടെ സാസ്കയുടെ ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്തു. ഈ ഒരു ടൈമിലാണ് സാക്കുറോ കംപ്ലീറ്റ്ലി യൂസ്ലെസ് അല്ല എന്ന് പോലും കാണികൾക്ക് തോന്നുന്ന ഒരു ടൈം. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കാഗുയയായിട്ടുള്ള ഫൈറ്റ് ആണെങ്കിൽ എന്തോ വേണേൽ പറയണ്ടേ, ഒരു ഡിസസീവ് ആയിട്ടുള്ള ഒരു വലിയ ഇടി കാഗുയയ്ക്ക് കൊടുത്തു എന്ന് തന്നെ പറയാം. അവരുടെ ആ ഒരു ഹോൺ ഉണ്ടല്ലോ, കൊമ്പ് പോലെ ഇരിക്കുന്ന, അത് ബ്രോക്ക് ചെയ്തു. ഒരു ഗോഡിനെയാണ് സീൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്, ചില്ലറ കേസൊന്നുമല്ല. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് സാക്കുറയുടെ നോക്കുകയാണെങ്കിലോ നറൂട്ടോ ആയിട്ടാണ്. ഇമോഷണൽ ആങ്കറാണ്, ഒരു നല്ല ട്രസ്റ്റ് ഉണ്ട്, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്. ഇനിഷ്യലി വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ഇവൾവിന് മനസ്സിലായി ഇവനും ഇതാണെന്ന്, സ്ട്രെങ്തും പെയിനും എല്ലാം മനസ്സിലാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ സാസ്കയുടെ നോക്കുകയാണെങ്കിൽ ലവ് അറിയാലോ. സുനാഡയാണെങ്കിൽ മെൻറ്ററാണ്, റോൾ മോഡലാണ്, ലെഗസി ബെയറാണ്. ഇപ്പോൾ അഡൾട്ട്ഹുഡ്, സാക്കുറ അഡൾട്ടിൽ എത്തിക്കഴിയുമ്പോഴേക്കും നമുക്കറിയാം സാസ്കയായിട്ട് മാരി ചെയ്യുന്നുണ്ട്. സാക്കുറ ഉച്ചിഹ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് മദർഹുഡിലേക്ക് വരുന്നുണ്ട്, സാരഡയ്ക്ക് ജന്മം കൊടുക്കുന്നു. പിന്നെ മോഡേൺ മെഡിക്കൽ സിസ്റ്റംസും ഫ്യൂച്ചർ മെഡിക്സും എല്ലാം തന്നെ ഉണ്ടാക്കുന്നു. ഒരു മെഡിക്കൽ നിഞ്ച റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ സിംബോളിഫൈ സാക്കുറ എന്താണ് റെപ്രസെൻറ്റ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഹാർഡ് വർക്ക് വിത്തൗട്ട് ഡെസ്റ്റിനി, സ്ട്രെങ്ത് വിത്തൗട്ട് ലീനിയേജ്, ഗ്രോത്ത് ത്രൂ പെയിൻ. സോ ഒരു ഫൈനൽ വെർഡിക്റ്റിൽ നമ്മളിനിപ്പോൾ സാക്കുറേനെ ഒന്ന് പവർ സ്കെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് ടയറിൽ വരുവാണെന്ന് ചോദിച്ചാൽ ഹൈ കാഗെ ലെവൽ തന്നെയാണ് ഇപ്പം സാക്കുറ. നമ്മൾ ഈ കമ്പാരിറ്റീവ്ലി സാസ്കയുടെയും നറൂട്ടോയുടെയും കൂടെയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് സാക്കുറേനെ മിക്ക ആൾക്കാർക്കും എന്നാ പറയുന്നത് ഇവൾ കൊള്ളത്തില്ല എന്നൊക്കെ തോന്നുന്നത്. ബട്ട് ആവറേജ് ഷിനോബീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷീസ് ഫാർ ഒരു ഹൈ കാഗെ ലെവൽ തന്നെയാണ് നമ്മുടെ ഈ സാക്കുറ. നമ്മൾ ഈ കാണുന്നിട്ടുള്ള അതായത് സാസ്കയും നറൂട്ടോയും ബാഡാസ് അസുരയുടെയും ഇന്ദ്രയുടെയൊക്കെ ഇൻകാർണേഷനോടാണ് നമ്മൾ നോർമൽ സിവിലിയൻ ആയിട്ടുള്ള സാക്കുറനെ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം മിക്ക ആൾക്കാർക്കും സാക്കുറനെ ഇഷ്ടമില്ലാതെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹെയ്റ്റ്, അൺനെസസറി ഹെയ്റ്റ് സാക്കുറയ്ക്ക് കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കാം. പ്യുവർലി ഇത് എൻ്റെ ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്തോളൂ. സോ എൻ്റെ രീതിയിൽ ഹൈ കാഗെ പ്ലസ് തന്നെയാണ് സാക്കുറയുടെ പവർ സ്കെയിൽ. സ്ട്രെങ്ത് അതേപോലെ തന്നെ ഒരു ഗോട്ടെയറാണ്. അത് കാഗോ ആയിട്ടുള്ള ഫൈറ്റിൽ ആ ഒരു ബ്ലോ കൊടുക്കുമ്പോൾ തന്നെ അറിയാം. ഇനിയിപ്പോൾ ഐക്യു നോക്കുകയാണെങ്കിലും ടാക്ടിക്കൽ ജീനിയസ് തന്നെയാണ്. ബട്ട് അതേസമയം ഒരു ഹീലർ, സ്ട്രൈക്കർ, ലീഡറും കൂടിയാണ് ഈ പറയുന്ന സാക്കുറ. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിലവിൽ നറൂട്ടോ അനിമയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സാക്കുറനെ പറ്റിയുള്ള വിവരങ്ങൾ. എനിക്കറിയാം ഒരു വലിയ സ്റ്റോറി ലൈൻ്റെ ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ് സാക്കുറ എങ്കിലും അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടാവാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ ഇതുപോലത്തെ നറൂട്ടോ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്.